നമ്മക്കേ ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പം ഒരു പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന ഒരു വിദ്യ ഞാൻ കാണിച്ചു തരട്ടെ. എല്ലാവർക്കും പയറ് മെഴുക്കുവരട്ടി വെക്കാനൊക്കെ അറിയാം. എങ്കിലും പെട്ടെന്ന് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം പറയാം. കുറച്ച് പയർ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ടിടുകയോ അല്ലെങ്കിൽ ഇത് ഞാൻ കൂട്ടത്തിലാ വെച്ചതേ. ആവി കയറ്റുന്ന ആ തട്ടിനകത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു 10 മിനിറ്റ് ചൂടാക്കി കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് അതങ്ങ് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി എടുക്കുന്ന പോലെ വഴണ്ട് വരും. അതപ്പോൾ ഒരുപാട് നേരം നമുക്ക് ആവി അടച്ചു വെച്ച് മെനക്കെടുകയും വേണ്ട. അടുത്ത ജോലി നമ്മുടെ നടക്കുകയും ചെയ്യും. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഇച്ചിരി സവാളയും ഉണ്ടമുളകും ഒക്കെ ഒരു ഈ ഈ പയറിനെ വൻപയർ വേറെയല്ലയോ, ഈ പയറിന് നമ്മൾ ഇച്ചിരി സവാള തോനെ ഇട്ട് വഴറ്റി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സവാളയുടെ ഈ വെള്ളത്തിനകത്ത് കിടന്ന് ഇത് വഴണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാ. ഈ പാത്രം എൻ്റെ പുതിയ പാത്രമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇത് ഒരുപാട് പേരിങ്ങനെ ഈ യൂട്യൂബിലെ വീഡിയോ കാണുമ്പോൾ ഈ പാത്രം കണ്ട് ഞാൻ തപ്പി നടന്നതാന്നേ. അപ്പൊ ഞാനും ഒരെണ്ണം അങ്ങ് മേടിച്ച്. അപ്പൊ സവാള ഇതിനകത്താകുമ്പോൾ ഉണ്ടല്ലോ വലുതായിട്ട് നല്ല ആദ്യം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വലിയ തീ വേണ്ട. ചെറിയ 3 കോട്ടിങ് എന്നൊക്കെ അവർ പറയുന്നത്, 3 ലെയറായിട്ട് എന്നൊക്കെ അവർ പറയുന്നത്. അപ്പൊ ഇത് ഞാൻ മേടിച്ച് നോക്കിയ സംഭവം കൊള്ളാം കേട്ടോ, അടിക്കൊന്നും പിടിക്കുന്നുമില്ല. അപ്പൊ സവാള ഇട്ട് കൂട്ടത്തിൽ ഉണ്ടമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു തുള്ളി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും, എരിയൊക്കെ അവനവന്റെ ആവശ്യത്തിന് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അനുസരിച്ച്. എനിക്ക് നന്നായിട്ട് എരി വേണം, എൻ്റെ മക്കൾക്കും എരി വേണം കേട്ടോ. ഞാൻ അങ്ങനെ ശീലിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് ആ കൂട്ടത്തില് ഈ പയർ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി അടച്ചു വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ആവി നമ്മളിങ്ങനെ അടിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് നല്ല പോലെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിലും എണ്ണയിലും കിടന്ന് ഇത് നന്നായിട്ട് വഴണ്ട് വരുവേ. നല്ല ടേസ്റ്റായി ഈ മെഴുക്കുവരട്ടി ഇങ്ങനെ വെക്കുമ്പോൾ. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. ഞാൻ ചുമ്മാ സ്വന്തമായിട്ട് വെച്ചിട്ട് പറയുമല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എളുപ്പത്തിന് ചെയ്യാവേ. ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ്